ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കിടിലൻ ഫോട്ടോസ് കാണാറുണ്ട്. അതായത് ഒരുപാട് സൂപ്പർ ആയിട്ട് കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട്. സോ നമ്മളെല്ലാവരും ഇങ്ങനെ ആലോചിക്കും ഇതൊക്കെ DSLR എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കാണുന്ന ഫോട്ടോസിൽ ഒരു 70% ഫോട്ടോസും നമ്മുടെ ഫോണിൽ എടുത്ത് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ആണ്. സോ എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് നമുക്ക് കിടിലനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ ഒരു സ്മാർട്ട് ഫോണും adobe Lightroom എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ കിടിലനായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് നമ്മളെ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടൂൾ ഉണ്ട്. ഇത്രയും കാലം സ്പ്ലിറ്റ് ടോണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ ഈ ടൂൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ റീസെന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിൽ സ്പ്ലിറ്റ് ടോണിംഗ് കളഞ്ഞിട്ട് അവർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടൂള് ലൈറ്റ്റൂമിനകത്ത് കൊണ്ടുവന്നു. സോ ആ ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണേ. സോ ഒട്ടും സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ലൈറ്റ്റൂമിനകത്തൊരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേഡിംഗ് ടൂൾ എന്ന് അനലൈസ് ചെയ്യാം. ഗ്രേഡിംഗ് ടൂൾ വരുന്നത് കളർ പാനലിൻ്റെ ഉള്ളിലാണ്. സോ ഈ ഒരു ഐക്കണാണ്, അതായത് 3 വീൽസിൻ്റെ ഒരു ഐക്കണാണ് നമ്മുടെ ഗ്രേഡിംഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ടൂളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കളർ വീലാണ്. മുകളിൽ നമുക്ക് 3 വീലിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ആദ്യത്തെ വീലാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. ഇത് ഷാഡോസ് ആണ്. ഷാഡോസിൻ്റെ താഴത്ത് തന്നെ ലുമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പാനലുണ്ട്. അതിൻ്റെയും താഴത്ത് ബ്ലെൻഡിങ് ആൻഡ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഗ്ലോബൽ ഓപ്ഷൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മിഡ് ടോൺസ് ആണ്. മിഡ് ടോൺസിൻ്റെ താഴത്തും സെയിം സെറ്റിങ്സ് ആണ്. അതുപോലെ നമുക്ക് ഹൈലൈറ്റ്സ് കൂടെ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് ഏറ്റവും അറ്റത്ത് ഗ്ലോബൽ സെറ്റിങ്സ് വരുന്നുണ്ട്. ഗ്ലോബൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയുടെ ആകെ മൊത്തമുള്ള ഒരു സെറ്റിങ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ താഴത്ത് നമുക്ക് ലുമിനൻസ് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു പിക്ചർ, ഇൻഡെപ്ത് പിക്ചർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമുക്ക് ആദ്യം ഷാഡോസ് എന്താണെന്ന് പറയാം. ഒരു ഫോട്ടോനകത്ത് ഡാർക്കായിട്ട് വരുന്ന ടോൺസിനെയാണ് നമ്മൾ ഷാഡോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നമുക്ക് 3 കളേഴ്സ് കാണാം. ബ്ലാക്ക് കാണാം, ഗ്രേ കാണാം, വൈറ്റ് കാണാം. ഇതിൽ ബ്ലാക്ക് ഷെയ്ഡിനെയാണ് നമ്മൾ ഷാഡോസ് എന്ന് പറയുന്നത്. സോ മിഡ് ടോൺസിലേക്ക് നമുക്ക് അവസാനം വരാം. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാഡോസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഈ ഫോട്ടോനകത്തെ വൈറ്റ് ടോൺസ്, അതായത് ലൈറ്റ് ടോൺസിനെയാണ് നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി മിഡ് ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ടോണാണ്. അതായത് ഈ ഫോട്ടോനകത്തെ ഗ്രേ ടോൺസിനെയാണ് നമ്മൾ മിഡ് ടോൺസ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ആദ്യം ഈ ഒരു കളർ വീലിനെ അനലൈസ് ചെയ്യാം. ഈ കളർ വീൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പോയിന്റ് കാണാനായിട്ടുണ്ട്. അതായത് ഈ കളർ സർക്കിളിൻ്റെ പുറത്തായിട്ട് നമുക്കൊരു പോയിന്റ് കാണാനുണ്ട്. ആ പോയിന്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഷാഡോസിലാണ് കിടക്കുന്നത്. ഷാഡോസിന് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ഡോട്ട് ലഭിക്കുന്നത്. സോ ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വെറുതെ ഈ ഒരു ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഞാനിവിടെ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യാണ്. പക്ഷേ നമ്മുടെ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. സോ അങ്ങനെ ചേഞ്ച് വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിൻ്റെ സാച്ചുറേഷൻ 0 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സാച്ചുറേഷൻ കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫോട്ടോനകത്ത് ആ ഒരു കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. സാച്ചുറേഷൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കളർ വീലിൻ്റെ ഒത്ത നടുക്കായിട്ട് നമുക്കൊരു ഡോട്ടും കൂടെ കിട്ടുന്നുണ്ട്. ആ ഡോട്ടിൽ അമർത്തി പിടിച്ച് നിങ്ങൾക്ക് താഴത്തോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഫോട്ടോനകത്ത് ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത നീല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലുമിനൻസിനെ പറ്റി പറയാം. ലുമിനൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോനകത്ത് ഡാർക്ക് സ്പോട്ട്സ് കൂട്ടുകയാണ്. സോ ഇപ്പോൾ ഞാൻ ഈ ലുമിനൻസ് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബ്ലാക്ക് ഷെയ്ഡ് നമ്മുടെ ഫോട്ടോനകത്ത് കൂടിയിട്ടുണ്ട്. ഇനി ഞാനിത് നേരെ റിവേഴ്സായിട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോനകത്തെ ഡാർക്ക് സ്പോട്ട്സ് കുറയും. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഫോട്ടോയിൽ ഈ നീല കളർ ആ ഡാർക്ക് സ്പോട്ട്സിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു 50 റേഞ്ചിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോനകത്ത് ഈ നീല കളർ കാണാനുണ്ട്. ഇനി നമുക്ക് ഷാഡോസിനും ഇപ്പോൾ ഷാഡോസിന് നമ്മൾ നീല കളർ കൊടുത്തു. ഇനി ഹൈലൈറ്റ്സിനും മിഡ് ടോൺസിനും കൂടെ നമുക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഹൈലൈറ്റ്സിന് ഞാനൊരു റെഡ് കളർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. സോ നമ്മൾ ഏറ്റവും പുറത്ത് ഡോട്ട് ഡ്രാഗ് ചെയ്ത് റെഡ് കളറിൻ്റെ അവിടേക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സാച്ചുറേഷൻ നമ്മൾ കൂട്ടുകയാണ്. സെൻറ്ററിലെ ഡോട്ട് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഹൈലൈറ്റ്സിൻ്റെ ഭാഗത്ത് റെഡ് കളർ വന്നിട്ടുണ്ട്. ഞാനിവിടെ എല്ലാ ഭാഗത്തോട്ടും റെഡ് കളർ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. സോ ഞാൻ ലുമിനൻസ് ഏറ്റവും കുറച്ചിടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷാഡോസിന് നീല കളറുണ്ട്, ഹൈലൈറ്റ്സിന് റെഡ് കളറുണ്ട്,
അതുപോലെ മിഡ് ടോൺസ് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. മിഡ് ടോൺസിന് ആ ഗ്രേ കളർ തന്നെയാണ് ഇപ്പോഴും. സോ അത് മാറ്റാനായിട്ട് ഞാൻ മിഡ് ടോൺസിന് വേറൊരു കളർ കൊടുക്കുകയാണ്. സോ ഈ നടുക്കത്തെ ഡോട്ടാണ് നമ്മുടെ മിഡ് ടോൺസ് ആയിട്ട് വരുന്നത്. മിഡ് ടോൺസിന് ഞാനൊരു പിങ്ക് വേണ്ട, ഒരു യെല്ലോ കളർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ കളർ കൊടുത്ത് ഞാൻ അതിൻ്റെ സാച്ചുറേഷൻ ഹൈ ആക്കി വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഫോട്ടോയിലെ ഷാഡോസിന് ബ്ലൂ കളറാണ്, അതുപോലെ മിഡ് ടോൺസിന് ഗ്രീൻ കളറാണ്, അതുപോലെ നമ്മുടെ ഹൈലൈറ്റ്സിന് റെഡ് കളറാണ്. ഇതാണ് നമ്മുടെ ഫോട്ടോയിലത്തെ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ സ്പ്ലിറ്റ് ടോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ ലൈറ്റ് റൂമിനകത്ത്. അതിനകത്ത് നമുക്ക് ഷാഡോസിനും അതുപോലെ ഹൈലൈറ്റ്സിനും നമുക്ക് സെപ്പറേറ്റ് കളേഴ്സ് കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ആ ഒരു ടൂൾ ഇപ്പോൾ നമുക്കില്ല. അതിനേക്കാളും കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് മിഡ് ടോൺസിന് നമുക്ക് വേറെ സെപ്പറേറ്റ് കളർ കൊടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് നമ്മുടെ ഈ ഗ്രേഡിംഗ് ടൂൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൂളിന് നമ്മൾ ഭയങ്കരമായിട്ട് പവർഫുള്ളാണെന്ന് പറയാൻ കാരണം. പിന്നെ ഈ ടൂൾ പവർഫുള്ളായിട്ട് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമ്മുടെ ഫോട്ടോനെ അടിപൊളിയാക്കുകയും ചെയ്യാം, അതുപോലെ നശിപ്പിക്കുകയും ചെയ്യാം. സോ ഈ ഒരു ടൂളിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഈ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ടൂളിൻ്റെ വർക്കിംഗ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഷാഡോസും അതുപോലെ ഹൈലൈറ്റ്സിനും അതുപോലെ മിഡ് ടോൺസിനും നമ്മൾ സെപ്പറേറ്റ് കളർ കൊടുത്തു. ഇനി ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് ഈ കളർ വീൽ വെച്ചിട്ടാണ്. നമുക്കിത് സ്ലൈഡേഴ്സ് വെച്ചിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഷാഡോസ് എന്ന് എഴുതി കാണുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതിൻ്റെ നേർക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു റൈറ്റ് ഏരോ നമുക്ക് കാണാം, റൈറ്റ് സൈഡിലൊരു ഏരോ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കളർ സ്ലൈഡറും കാണാം, അതായത് ഹ്യൂവും കാണാം, അതുപോലെ സാച്ചുറേഷനും കാണാം. നിങ്ങളിപ്പോൾ ഈ ഒരു ഹ്യൂവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിപ്പോൾ ഒരു ബ്ലൂ കളറായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ 100% ഫില്ലായിട്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഹ്യൂ മാറ്റുമ്പോൾ നമുക്ക് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇതിവിടെ ബ്ലൂവിൽ തന്നെ വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രേഡിംഗ് ടൂളിലെ ഗ്ലോബൽ ആയിട്ടുള്ള സെറ്റിങ്സ് പരിശോധിക്കാം. ഗ്ലോബൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോട്ടോൻ്റെ ആകെ മൊത്തമുള്ള സെറ്റിങ്സിനെ ബാധിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ ഗ്ലോബൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഗ്ലോബലായിട്ട് ബ്ലെൻഡിങ്ങും ബാലൻസും കാണുന്നുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് ബ്ലെൻഡിങ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് ചെറിയൊരു കളർ ഡിഫറൻസ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീല ആ പച്ച കളറായിട്ട് ചേരുന്ന ആ ഭാഗത്തും അതുപോലെ പച്ച റെഡ് കളറായിട്ട് ചേരുന്ന ഭാഗത്തും ഒരു ചെറിയ ട്രാൻസിഷൻ കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലെൻഡിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ബ്ലെൻഡിങ്ങിൻ്റെ വാല്യൂ ഏറ്റവും 0 ആക്കാനായിട്ട് പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ലൈഡർ പിടിച്ചിട്ട് സ്ലൈഡ് ചെയ്താൽ മതി. ഇനി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ കളർ ഡിഫറൻസ്, അതായത് നീല പച്ചയായിട്ട് ചേരുന്ന ഭാഗത്തോ അല്ലെങ്കിൽ പച്ച ചുവപ്പായിട്ട് ചേരുന്ന ഭാഗത്തോ നമുക്ക് യാതൊരുവിധ കളർ ഡിഫറൻസും ഇല്ല. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏത് കളറാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഞാനിത് നേരെ ഹൈ ആക്കുക എന്ന് വിചാരിക്കാം. ഹൈ ആക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആ മിഡ് ടോൺസിലെ കളർ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അതായത് നീല റെഡായിട്ട് ബ്ലെൻഡ് ആവുകയാണ്. അതായത് നീലയും റെഡും തമ്മിൽ ഇടകലർന്നിട്ടുള്ളൊരു കളറാണ് നമുക്ക് മിഡ് ടോൺസിൽ വരുന്നത്. ആ കളർ ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നീലയും റെഡും പോരാത്തതിന് നീലയും റെഡും തമ്മിൽ കൂടിച്ചേരുന്ന ആ മിഡ് ടോൺസ് ഭാഗത്ത് ഇത് രണ്ടും അല്ലാത്തൊരു ക്രീം കളർ നമുക്ക് കാണുന്നുണ്ട്. സോ അതാണ് നമ്മുടെ ഈ ബ്ലെൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സ് തമ്മിലുള്ള ഫെദർ, അതായത് ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു അളവിനെയാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കളേഴ്സ് തമ്മിലുള്ള ട്രാൻസിഷൻസിൻ്റെ അളവിനെയാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സിലേക്ക് പോവാം, ബാലൻസിലോട്ട് പോവാം. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ ഒരു കളർ എങ്ങനെ എത്ര പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരളവിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. സോ ബാലൻസ് ഞാനിപ്പോൾ ഇവിടെ കുറയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ബ്ലൂ കളറ് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതായത് ബാലൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാഡോസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഷാഡോസിന് നമ്മൾ കൊടുത്ത കളറാണ് ബ്ലൂ. സോ ബാലൻസ് ഞാൻ കുറച്ചപ്പോൾ നമ്മുടെ ബാലൻസ് കൂടുതലും ഷാഡോസിൻ്റെ കളറിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോ മൊത്തം ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബാലൻസ് കൂട്ടുക എന്ന് വിചാരിക്കാം. ബാലൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ്സിൻ്റെ കളറ് നമ്മുടെ ഫോട്ടോയിൽ ആകെ മൊത്തം പ്രതിഫലിച്ച് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ബാലൻസും ബ്ലെൻഡിങ്ങും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
സോ ഇനി നമുക്ക് ഈ ഒരു ടൂളിനകത്ത് പറയാനുള്ള ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും റൈറ്റ് സൈഡിൽ നമുക്കൊരു ഡോട്ടും കൂടെ കാണാനുണ്ട്. ഇതാണ് ഗ്ലോബൽ കളർ വീൽ. ഇപ്പോൾ നമ്മൾ ഷാഡോസിലും ഹൈലൈറ്റ്സിനും മിഡ് ടോൺസിനും നമ്മൾ 3 സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലോബൽ കളർ വീലിൽ നമ്മളൊരു കളർ സെറ്റ് ചെയ്യുമ്പോൾ അത് ഫോട്ടോയ്ക്ക് ഒരു മാസ്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു യെല്ലോ മാസ്ക് ഞാൻ ഈ ഒരു ഫോട്ടോയ്ക്ക് കൊണ്ടുവരികയാണ്. ഒരു ഫിൽറ്റർ നമ്മൾ ഈ ഒരു ഫോട്ടോയ്ക്ക് ആഡ് ചെയ്യണ മാതിരിയാണ് ഈ ഒരു ഗ്ലോബൽ കളർ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ യെല്ലോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സാച്ചുറേഷൻ കൂട്ടുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ബ്ലൂവിനും ഗ്രീനിനും റെഡിനും മുകളിൽ ഒരു യെല്ലോ ഫിൽറ്റർ വീണ മാതിരി ഉള്ളൊരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു ഗ്ലോബൽ കളർ വീലിലുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടൂളിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ, അതായത് ഒരു ഐഡിയ ഇല്ലാത്തതിനേക്കാളും നല്ലതാണല്ലോ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുന്നത്. സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൂളിനെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഈ ഗ്രേഡിംഗ് ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് ഗ്രേഡിംഗ് ടൂൾ വെച്ചിട്ട് ഒരുപാട് ലെങ്ത് ആവാൻ സാധ്യതയുണ്ട് നമ്മുടെ വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാതിരുന്നത്. നമ്മൾ എന്തായാലും ഗ്രേഡിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഫോട്ടോസ് കളർ ഗ്രേഡ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ഗ്രേഡിംഗ് ടൂളിന്റെ ഒരു ഓവർവ്യൂ ആണ് നോക്കിയത്. എല്ലാവർക്കും ആ ടൂളിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.